യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ പുതുവർഷ പുലരിയിൽ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. 2023 കൊഴിഞ്ഞു വീഴുകയാണ്. പുതിയ വർഷത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു നന്മ നിറഞ്ഞ വർഷമാകട്ടെ 2024 എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ജനുവരി 1 തീയതി പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കണമെന്ന് പോൾ 6 പാപ്പ പ്രഖ്യാപിക്കുക വഴി പുതുവത്സരത്തിൽ എല്ലാം പുതുതായി തുടങ്ങാൻ ഉചിതമായത് ദൈവമാതൃത്വ തിരുനാളിനേക്കാൾ മറ്റൊന്നില്ല എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. AD 431 എഫേസുസ് സുനഹദോസിലാണ് മറിയത്തെ ദൈവമാതാവ് എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെട്ടത്. ദൈവമാതാവാണ് മറിയം എന്ന സത്യം ആദ്യ നൂറ്റാണ്ട് മുതൽ വിശ്വസിച്ചിരുന്നു. അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുക മാത്രമാണ് എഫേസുസ് സുനഹദോസ് ചെയ്തത്. വിശ്വാസവും വിശുദ്ധിയും വിധേയത്വവും വഴി കന്യക തന്നെ ആബേലിൻ്റെയും മെൽക്കിസദേക്കിൻ്റെയും വിധവയുടെയും കാണിക്കയേക്കാൾ ഉന്നതമായ ഒരു ബലിവസ്തുവായി ദൈവത്തിന് സമർപ്പിച്ചു. ദൈവദൂതൻ്റെ ദൗത്യത്തിന് സമ്മതം മൂളിയ നിമിഷം മുതൽ കാൽവരി വരെ ഈ ബലിയർപ്പണം മറിയം പൂർത്തിയാക്കി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന കാനായിലെ കല്യാണ വിരുന്നിലെ വചനം, കാനായിലെ അത്ഭുതത്തിന് മുമ്പുള്ള അത്ഭുതം അവളുടെ സാന്നിധ്യമായിരുന്നു എന്ന് തെളിയിച്ചു. ആ സാന്നിധ്യം കുറവിനെ നിറവാക്കാൻ കെൽപ്പുള്ളതായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ മറിയത്തെ സാന്നിധ്യത്തിൻ്റെ കൂദാശ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സാന്നിധ്യമാണ് എലിസബത്തിനെ കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് പ്രഘോഷിക്കുവാൻ പ്രേരിപ്പിച്ചത്. ദൈവമാതാവിൻ്റെ ഈ തിരുനാളിൽ തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2 അധ്യായം 16 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ്. ദൈവദൂതൻ്റെ സന്ദേശം ലഭിച്ച ആട്ടിടയന്മാർ വളരെ വേഗം പുറപ്പെട്ട് മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന യേശുവിനെയും കാണുന്ന ഭാഗമാണത്. തിരുക്കുടുംബത്തിൻ്റെ ദർശനം ലഭിച്ച അവർക്ക് കിട്ടിയത് വലിയ സന്തോഷവും സമാധാനവുമാണ്. കൺകുളിർക്കെ യേശു ദർശനം ലഭിച്ച ആ പാവപ്പെട്ട ആട്ടിടയർ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. ഈ ദൈവവചന ഭാഗത്ത് 2 തരത്തിലുള്ള വിശ്വാസവും അതിൽ നിന്ന് ഉളവാകുന്ന ആത്മസമർപ്പണവും നാം കാണുന്നുണ്ട്. ഒന്ന്, യേശുവിൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസവും സമർപ്പണവുമാണ്. ദൈവദൂതൻ ആവശ്യപ്പെടുന്നവ തങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണെങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കുവാനും അതിൻ്റെ മുമ്പിൽ നിസ്സാരരായ തങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാനും അവർ തയ്യാറായിരുന്നു. ജോസഫിനോടും മറിയത്തോടും ദൈവദൂതൻ പറഞ്ഞ് യേശു എന്ന നാമം തന്നെ തങ്ങളുടെ ശിശുവിന് നൽകുവാനും അവർ തയ്യാറായി. അതുകൊണ്ടാണ് ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം പൂർത്തിയായപ്പോൾ അവർ ശിശുവിന് യേശു എന്ന പേര് നൽകുന്നത്. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ അധികമായി ദൈവ തിരുമനസ്സിന് വിധേയമാകുമ്പോഴാണ് നമ്മളും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമായി മാറുന്നത്. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നത്: എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്ന്. 2, ആടുകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വിശ്വാസവും സമർപ്പണവുമാണ് നാം ഇവിടെ കാണുന്നത്. ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന ദൈവദൂത വചനത്തെ ഒട്ടും സംശയിക്കാതെ ആ രാത്രിയിൽ തന്നെ ബെത്ലഹേമിലേക്ക് പുറപ്പെടുന്ന ആട്ടിടയന്മാരെയാണ് നാം സുവിശേഷങ്ങളിൽ കാണുന്നത്. ദൈവത്തിൻ്റെ ദിവ്യരഹസ്യം തങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോൾ
സംശയ ലേശമില്ലാതെ അത് വിശ്വസിക്കുവാനും അതിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുവാൻ തയ്യാറായപ്പോഴാണ് അവർക്ക് ദൈവിക ദർശനം ലഭിച്ചത്. മാതാപിതാക്കളോടൊപ്പം യേശുവിനെ ദർശിക്കുവാനും അവൻ്റെ മുമ്പിൽ തങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാനും സാധിച്ചത് അവരുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ പുതുവത്സരത്തിൽ യേശു നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഈ വിശ്വാസവും സമർപ്പണവുമാണ്. ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് നമുക്കും അവിടുത്തെ അമ്മയും സഹോദരനും സഹോദരിയുമായി മാറാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.